ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ അക്കൗണ്ട് ഷാഡോ ബാൻ ചെയ്തു പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഗൈസ്, ഫോളോ, അൺഫോളോ, റീഫോളോ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് കമന്റിൽ ഇടുക. എത്ര സ്റ്റെപ്സ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിന് കിട്ടും. ഈ ഒരു സ്പാം ആകുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇൻസ്റ്റഗ്രാം അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ഫോളോവേഴ്സിനും ഓർഗാനിക് വ്യൂസിനും മാത്രം ഓറിയന്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് 10 പേർക്ക് ഇത് സജസ്റ്റ് ചെയ്താൽ ആ 10 പേരിൽ എത്ര പേര് ഇത് ഫുള്ള് കാണുന്നു, എത്ര പേര് സേവ് ചെയ്യുന്നു, എത്ര പേര് ഷെയർ ചെയ്യുന്നു, എത്ര പേര് ലൈക്ക് ചെയ്യുന്നു, എത്ര പേര് കമന്റ് ചെയ്യുന്നു, നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സും നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവുന്നത്. ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സ്, നിങ്ങളെ കബളിപ്പിക്കുന്ന ഈ ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഐ മീൻ, നമ്മുടെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മെറ്റേന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ ക്രിയേറ്ററിന്റെ വീഡിയോ കണ്ടു, വീഡിയോ കണ്ടിട്ട് പ്രൊഫൈൽ വിസിറ്റ് ചെയ്തു, ഫോളോ ചെയ്തു, അൺഫോളോ ചെയ്തു, വീണ്ടും റീഫോളോ ചെയ്തു, അവരുടെ ആ വീഡിയോന്റെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്തു, കോപ്പി ചെയ്തു, പിന്നെ നിങ്ങൾ കമന്റ് ചെയ്തു. കമന്റ് ചെയ്യുന്ന ആക്ഷനിൽ നിങ്ങൾ ലിങ്കാണ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് നിങ്ങളുടെ ആക്ടിവിറ്റി വെച്ചിട്ടാണ് ഇൻസ്റ്റഗ്രാം ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻസ്റ്റഗ്രാമിന്റെ സൈഡിൽ നിന്ന് സജസ്റ്റ് പോലും ചെയ്യാത്ത ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ വീഡിയോന്റെ അടിയിലും പോയിട്ട് ഇതേപോലുള്ള ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ പോയിട്ട് ലിങ്ക് കോപ്പി ചെയ്ത് ഇതേപോലെ കമന്റ് കളിച്ചാല് നിങ്ങളുടെ ആക്ടിവിറ്റി ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയും ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ അക്കൗണ്ട് ഷാഡോ ബാൻ ചെയ്തു പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക. ആ ക്രിയേറ്റേഴ്സിന് നിങ്ങൾ കൂടുതൽ റീച്ച് എത്തിക്കും. ഇൻസ്റ്റഗ്രാം വിചാരിക്കും ഓക്കെ ഇത്രയും ആക്ടിവിറ്റി ഉണ്ട്, ഇത്രയും എൻഗേജ്മെന്റ് ഉള്ള വീഡിയോ ആണ് ആ ക്രിയേറ്ററിന്റെ വെച്ചാൽ കൂടുതൽ ആളുകളിൽ സജസ്റ്റ് ചെയ്തു പോകും. അപ്പൊ അത് ചെയ്യാതിരിക്കുക. അത്തരത്തിലുള്ള വീഡിയോകൾ റിപ്പോർട്ട് അടിച്ചിട്ട് മാക്സിമം അത്തരത്തിലുള്ള ഫേക്ക് സ്പ്രെഡിങ് അവസാനിപ്പിക്കുക. അപ്പൊ ഇതേപോലുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സ്പാം സാധനങ്ങളൊന്നും ചെന്ന് വീഴാതിരിക്കുക. എന്ത് സാധനം ഒരാൾ പറയുന്ന സമയത്തും ആൾക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ആളെ ഏറ്റവും കൂടുതൽ നോക്കുന്നുണ്ടാവും. അല്ലാതെ നമ്മള് നന്നാക്കിയിട്ട് ആർക്കും ഒന്നും നേടാനില്ല. അപ്പൊ എന്തായാലും അത് മനസ്സിൽ വെക്കുക. ഇതേപോലുള്ള ചതിക്കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വിവരം ഫസ്റ്റ് ടൈം അറിയുന്ന വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക. അപ്പൊ അടുത്ത ദിവസം അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.